നമസ്കാരം. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ ചെങ്ങപ്പള്ളി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരല്പം വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റുമായാണ്. ക്യാൻസർ ചികിത്സയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഒറ്റമൂലിയെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം അതെന്താണെന്ന് പറയാം. സാധാരണയായി നമ്മൾ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ വളരെ ഭയത്തോടു കൂടിയാണ് ആ വാക്കിനെ വരവേൽക്കുന്നത്. പക്ഷേ എൻ്റെ ചികിത്സാനുഭവങ്ങളിൽ ചിലരെങ്കിലും വളരെ തന്മയത്വത്തോടെ ഈ രോഗത്തെ കാണുന്നവരുണ്ട്. അവർക്ക് രോഗം മാറാൻ വളരെയേറെ സഹായകമാവുന്നത് അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. എന്താണ് ഈ ആറ്റിറ്റ്യൂഡ് അഥവാ എന്താണ് ഈ ഒറ്റമൂലി എന്നല്ലേ? അത് സന്തോഷം എന്ന ഒരു മാനസികാവസ്ഥ തന്നെയാണ്. എങ്ങനെ ക്യാൻസർ ബാധിച്ച ഒരാൾക്ക് സന്തോഷിക്കാൻ കഴിയും എന്നായിരിക്കാം തോന്നുന്നത്. പക്ഷേ അത് ആ ചോദ്യത്തിന് ഒരുപാട് മറുപടികളുണ്ട്. ഒന്നാമത്തേത്, പലതരം ക്യാൻസറുകളും ഇന്നത്തെ കാലഘട്ടത്തിൽ ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്നതാണ്. നല്ല പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സ് മോഡേൺ മെഡിസിനിലായാലും ഒറിജിനൽ ആയുർവേദത്തിലായാലും ഉണ്ട്. പക്ഷേ ഇത് പലപ്പോഴും മാരകമാകുന്നത് ഭയം കൊണ്ട് തന്നെയാണ്. ഭയം കാരണം നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലത്തെ യഥാർത്ഥ ഡോക്ടർ പറയുന്നത് അനുസരിക്കാതിരിക്കുകയും ഈ കീമോതെറാപ്പി, റേഡിയേഷൻ, സർജറി എന്നിവ കൊണ്ടൊക്കെ ഉള്ള പേടി കൊണ്ട് പല പല സ്ഥലങ്ങളിൽ ഓടി നടന്ന് അവസാനം ദുരിതത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് പതിവാണ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള എൻ്റെ രണ്ട് കാര്യങ്ങളുണ്ട്. എൻ്റെ അടുത്ത് വന്ന 2 കേസുകൾ ഇതിൽ പറയാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ സന്തോഷം കൊണ്ട് ക്യാൻസറിനെ മറികടന്ന ഒരു പേഷ്യൻ്റെ കഥ പറയാം. അവർ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് വന്ന ഒരു പേഷ്യൻ്റാണ്. ഈ പേഷ്യൻറ്റിന് എൻ്റെ അടുത്ത് വരുന്ന സമയത്തേക്ക് അത്യാവശ്യം സ്പ്രെഡിങ് ഉണ്ടായിരുന്നു. ഈ അടുത്തിടെയാണ് അവർ വരുന്നത്. അവർക്ക് ക്യാൻസർ തുടങ്ങിയിട്ട് 2 വർഷമായി. ഈ 2 വർഷം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അവർക്ക് ക്യാൻസർ ആയത് ബ്രസ്റ്റിൽ ക്യാൻസർ ലംബായിട്ടാണ് കണ്ടത്, ഒരു മുഴ. ഈ മുഴ അവർ കാണുകയും ഡോക്ടറെ കാണിക്കുകയും കാണിച്ച് മുഴ എടുത്ത് കളഞ്ഞു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞ അളവിൽ കീമോതെറാപ്പിയും റേഡിയേഷനും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഇതിന് ശേഷം അവിടുന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം വീണ്ടും പേഷ്യന് അസ്വസ്ഥതകൾ കാണുകയും ഡോക്ടറെ അടുത്ത് പോയി നോക്കിയപ്പോഴത്തേക്ക് 2 മാസത്തിനുള്ളിലാണ് പോയി നോക്കിയപ്പോഴത്തേക്ക് ക്യാൻസർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെസ്റ്റ് ബോണിലേക്കും അതുപോലെ തന്നെ ബ്രെയിനിലും മെറ്റാസ്റ്റാസിസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് വീണ്ടും പേഷ്യൻ്റ് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് മോഡേൺ മെഡിസിൻ പ്രകാരം എടുത്തു. ഇതും കഴിഞ്ഞ് വീണ്ടും അവർക്ക് മറ്റ് നട്ടലിൽ കൂടി ബാധിച്ചെന്നും പെൽവിക് ബോണിലും കൂടി ക്യാൻസർ ബാധിച്ചു എന്നുള്ളത് കൂടി കേട്ടതിന് ശേഷമാണ് എൻ്റെ അടുത്ത് വരുന്നത്. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഞാൻ ഈ പേഷ്യൻറ്റിനെ കണ്ടപ്പോൾ എനിക്ക് തന്നെ വളരെ വിഷമം തോന്നി. കാരണം അവർ വളരെ ഹാപ്പി ആയിട്ടാണ് അവരിയ്ക്കുന്നത്. പിന്നെ ഈ ഹാപ്പി ആയിട്ടുള്ള ആളെ കാണുമ്പോൾ എന്തിനാ വിഷമം എന്ന് ചോദിച്ചാൽ, നമുക്ക് ഡോക്ടേഴ്സ് ആണെങ്കിലും നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, ഇത്രയും കൂടിയ ഒരു സ്ഥിതിയിലെ കുട്ടീനെ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ആലോചന എൻ്റെ മനസ്സിൽ വന്നു. അവർക്ക് 38 വയസ്സാണ് പ്രായം. ഞാൻ പേഷ്യൻറ്റിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ കഴിയുന്നു എന്ന്. അപ്പോൾ പേഷ്യൻ്റ് എന്നോട് പറഞ്ഞത്, എനിക്ക് നല്ല സന്തോഷമാണ്. ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ വളരെ നന്നായിട്ട് എൻ്റെ ജീവിതം കൊണ്ട് നടക്കുകയും ഹാപ്പി ആയിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ നല്ല ഒരു ദൈവവിശ്വാസിയാണ്. അള്ളാഹുവിൽ ഞാൻ അങ്ങേയറ്റം ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹു എന്നുള്ളതിന് ഞാൻ ആ ഒരു വാക്കും പറയുന്നുണ്ടെങ്കിലും ദൈവം എന്ന എൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതനുസരിച്ചിട്ട് ഒരൊറ്റ ദൈവമേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഈ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട്, അങ്ങോട്ടാണ് എൻ്റെ യാത്ര. ആ ഒരു കൺസെപ്റ്റ് എനിക്ക് ആദ്യത്തെ തലത്തിൽ തന്നെ സന്തോഷത്തെ നൽകുന്നതാണ്. പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു ആഗ്രഹം, എൻ്റെ കുഞ്ഞ് എനിക്ക് രോഗം വരുന്ന സമയത്ത് 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുഞ്ഞ് വളർന്നു, 4 വയസ്സായി. അവന് എന്തെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ ചോദിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവാണെങ്കിൽ വളരെ സ്നേഹമുള്ള ഒരാളാണ്. എൻ്റെ ഫാമിലി, എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി എല്ലാവരും വളരെ നല്ല ആളുകളാണ്. ഞാനില്ലാതിരുന്നാലും എൻ്റെ മകനെ അവർ നന്നായിട്ട് നോക്കും.
പിന്നെ എൻ്റെ മകന് ഈ 4 വയസ്സ് വരെ കൊടുക്കാവുന്ന എല്ലാ സ്നേഹവും ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവിനോടുള്ളൊരു ഉറപ്പുകൊണ്ട് തന്നെ ഇനിയും ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ പോലും എൻ്റെ കുഞ്ഞിനെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇങ്ങനെ തുടങ്ങി അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ശരിക്കും അത്ഭുതം തോന്നി അവരുടെ ആ ഒരു ധൈര്യവും അവരുടെ ഉള്ളിലുള്ള സ്നേഹവും പിന്നെ എല്ലാം കണ്ടപ്പോൾ. അതിലുപരി അവരെന്നോട് പറഞ്ഞത് എനിക്ക് ചികിത്സയിൽ വിശ്വാസമുണ്ട് എന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ തുടക്കം മുതൽ നിങ്ങൾ വളരെ കറക്റ്റായിട്ടാണ് അവരുടെ ട്രീറ്റ്മെൻറ്റുകൾ പോയത്, എന്നിട്ട് മോഡേൺ മെഡിസിനിൽ കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാൻ പറ്റില്ല. അവർ ഇത്രയെങ്കിലും രക്ഷപ്പെട്ടത് ആ കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടാണ്. അപ്പോൾ അവരടുത്ത മറുപടി വരുന്നു, ഞാൻ ഇതുവരെ നോക്കിയത് മോഡേൺ ട്രീറ്റ്മെൻറ്റാണ്, ആ ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് പിഴവ് പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ വിധി കൊണ്ട് ഇത്രയും രോഗം വന്നു. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് വേറൊരു ചികിത്സയുണ്ട്, ആയുർവേദത്തിൽ അതിനുള്ള എന്തെങ്കിലും വഴി ഉണ്ടാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇനി ആ വഴിയും പരാജയപ്പെടുകയാണെങ്കിൽ ഉള്ള ഒരു എക്സ്ട്രീം തോട്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ദൈവവിശ്വാസവും ഇത് കഴിഞ്ഞ് വേറൊരു ലോകമുണ്ടെന്നും ആ ലോകത്ത് എനിക്ക് നല്ല ജീവിതമുണ്ടോ എന്നുള്ളൊരു തോന്നൽ. ഈ പേഷ്യൻറ്റിനെ എന്നെ അറിയാവുന്ന പേഷ്യൻ്റാണ്. അപ്പോൾ അവർ തുടക്കം മുതലേ എൻ്റെ അടുത്ത് വരാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഓരോ ട്രീറ്റ്മെൻറ്റിലും അവർ പോകുമ്പോൾ അവർ ആലോചിക്കാറുണ്ട് അത്ര എൻ്റെ അടുത്തൊന്ന് വരാനും എന്നെ ഒന്ന് കാണാനും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ആയുർവേദം എങ്ങനെ കൊണ്ടുപോകാം എന്ന് നോക്കുന്നത്. പക്ഷെ പല പല കാരണങ്ങളാലും ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ ട്രീറ്റ്മെൻറ്റിന് തടസ്സം നിൽക്കുന്ന ആളുകൾ. അവർ വെറുതെ പറയും അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട. ഇത്തരം ചില ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് അവർ ഇവിടെ എത്തപ്പെടാതിരുന്നത്. എന്നാൽ അവർ വിചാരിക്കുന്ന അവരുടെ ലാസ്റ്റ് സ്റ്റേജാണെന്ന് ഉള്ളൊരു കണക്കിലാണ് അവരിവിടെ വന്നു കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വളരെ ഫാസ്റ്റായിട്ടായിരുന്നു അവർക്ക് എഫക്റ്റ് ചെയ്തിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആദ്യം കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നിയത് ഇവരെ എങ്ങനെ ഈ ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കും, എന്തൊക്കെ ചെയ്യും എന്നാണ്. ഞാൻ സാധാരണ എല്ലാ പേഷ്യൻസിനോടും പറയാറുള്ളത് പോലെ തന്നെ പേഷ്യൻറ്റിനെ വളരെയധികം സമാധാനിപ്പിക്കുകയും അവരുടെ രോഗത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ആയുർവേദ ചികിത്സ ചെയ്യുമ്പോഴുള്ള കഷായം മറ്റു മരുന്നുകൾ ഇതൊക്കെ കുടിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാത്ത അത്രയും വിധത്തിലാണ് അവർക്ക് ട്രീറ്റ്മെൻറ്റുകൾ എഫക്റ്റ് ചെയ്തത്. ഇതിന് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ സന്തോഷമുള്ള അവരുടെ ആറ്റിറ്റ്യൂഡാണ്. അതിന് കാരണമായത് അവരുടെ ഈശ്വരവിശ്വാസവും അതിലുപരി സയൻസിലും ഉള്ള അവരുടെ വിശ്വാസവുമാണ്. കാരണം സയൻസിനെയും ദൈവത്തെയും അവർ ഒരേപോലെ വിശ്വസിച്ചിരുന്നു. അത് കഴിഞ്ഞ് ആയുർവേദം ഒരു ശാസ്ത്രമാണെന്നും മുൻ പരിചയം മറ്റ് രോഗങ്ങളിലും വേറെ അവരുടെ ബന്ധുക്കളുമായിട്ടും എൻ്റെ അടുത്ത് വന്നിട്ടുള്ള പരിചയം കൊണ്ടും അവർ ആയുർവേദത്തിലും ഇതേപോലെ ഒരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ട് എല്ലാം അവരുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അവരുടെ രോഗത്തു നിന്ന് എത്രയും വേഗം മുക്തമാക്കാൻ അവരെ ഹെൽപ്പ് ചെയ്തു. എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവരെന്നോട് പോകുമ്പോൾ പറഞ്ഞു, ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്, എൻ്റെ എല്ലാ വേദനകളും മാറി. ഈ പേഷ്യൻ്റ് കീമോതെറാപ്പി മോർഫിനിലായിരുന്നു. എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് അവർ 6 മോർഫിൻ ടാബ്ലറ്റ് വരെ ഒരു ദിവസം കഴിച്ചുകൊണ്ടിരുന്നിരുന്നു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് മോർഫിൻ കംപ്ലീറ്റ് നിർത്തി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അവരെൻ്റെ അടുത്ത് വന്നു. ഞാൻ അപ്പോഴത്തേക്ക് ആദ്യം അവർ പെറ്റ് സ്കാൻ ആയിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഞാൻ നട്ടലിലൊക്കെ മെറ്റാസ്റ്റാസിസ് ഉണ്ട് പറഞ്ഞത് കാരണം അവരോട് MRI നട്ടലിൻ്റെ MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അത്ഭുതം എന്നോണം ആ MRIയിൽ ഞാൻ സാധാരണ പേഷ്യൻസിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് വ്യത്യാസമുണ്ടായിരുന്നു. അവരുടെ ബോണിലെ ലീഷൻസ് ഇനാക്റ്റീവായിട്ടാണ് കണ്ടത്. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാലം അത്രയും 2 മാസം എടുത്തു. ഈ 2 മാസം അത്രയും പുതിയ ലീഷൻസ് വരികയോ പഴയ ലീഷൻ കൂടുതൽ ആക്റ്റീവ് ആവുകയോ ചെയ്തിട്ടില്ല. വേറെ എവിടേക്കും സ്പ്രെഡിങ് ഇല്ല. പേഷ്യൻ്റ് ഹാപ്പി ആയിട്ട് മറ്റ് ജോലികളൊക്കെ ചെയ്ത് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും അവർക്ക് യാത്ര മുന്നോട്ടുണ്ട്. എന്നാലും ഇത്രയും സമയം ഞാൻ വളരെ അധികം ബുദ്ധിമുട്ടില്ലാതെ ചികിത്സിക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷമുണ്ട് എനിക്ക് അവരുടെ പേരിൽ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഏത് രോഗികളായാലും മാനസികമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഈ രോഗത്തെ ചെറുക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇങ്ങനെ പേഷ്യൻസിന് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരുപാട് വഴികളുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ഒറ്റമൂലി അവരെ സന്തോഷമാക്കി വെക്കുക എന്നുള്ളതാണ്. ആ ഒറ്റമൂലി പ്രയോഗം ഒരു നല്ലൊരു ഫലം കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമസ്കാരം.